നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വഖഫ് ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത വഖഫ് സ്വത്തുകൾ പുതിയ പോർട്ടൽ വഴി വീണ്ടും രജിസ്റ്റർ ചെയ്യണമെന്ന പുതിയ കേന്ദ്ര നിബന്ധന പിൻവലിക്കണമെന്ന് വളയംകുളത്ത് നടന്ന വഖഫ് സെമിനാർ ആവശ്യപ്പെട്ടു. വാർത്ത വിശദമായി. വഖഫ് ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത വഖഫ് സ്വത്തുകൾ പുതിയ പോർട്ടൽ വഴി വീണ്ടും രജിസ്റ്റർ ചെയ്യണമെന്ന പുതിയ കേന്ദ്ര നിബന്ധന പിൻവലിക്കാനും സംസ്ഥാന വഖഫ് ബോർഡുകളിൽ നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫുകൾ അതേപടി കേന്ദ്ര വഖഫ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ നൽകാൻ സ്റ്റേറ്റ് വഖഫ് ബോർഡ് നടപടി സ്വീകരിക്കണമെന്നും വളയംകുളത്ത് ചേർന്ന വഖഫ് സെമിനാർ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് RO മുഹമ്മദ് ഷമീം ഉദ്ഘാടനം ചെയ്തു. ഈസി ആയിട്ട് കിട്ടും. ഒരാൾക്ക് ഒരു വഖഫ് സംബന്ധിച്ചൊരു ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ക്ലിക്കിൽ ഫുൾ ഡീറ്റെയിൽസ് പബ്ലിക് ഡൊമൈനിൽ വന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു അജിറ്റേറ്റഡ് പേഴ്സൺ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കളക്ട് ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യമില്ല. സെക്കൻഡ്ലി, ഏതെങ്കിലും ഒരു ആവശ്യത്തിന് സെൻട്രൽ ഗവൺമെന്റിനോ മറ്റ് ഗവൺമെന്റുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാര സ്ഥാപനത്തിനോ ഇത് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ ആ ഡീറ്റെയിൽസ് എടുക്കാം, അവർക്കത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിലവില് ഇപ്പൊ ഈ ഗവൺമെന്റ് ചോദ്യം എന്ന് പറയുന്നത് അതല്ല, അതിന്റെ കോൺസിക്വൻസസ് അല്ലേ, കോൺസിക്വൻസസിനെ കുറിച്ചല്ലേ. ഇതിപ്പോ 6 monthsനുള്ളിലോ 2 മാസം അഡീഷണൽ ആയിട്ട് തന്നതിലോ ഇനി വേറെ എന്തെങ്കിലും അഡീഷണൽ ടൈം സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അനുവദിച്ച് തന്നാലും അതിനുള്ളിൽ PM അഷ്റഫ് അധ്യക്ഷനായി, CM യൂസഫ്, TV മുഹമ്മദ് അബ്ദുറഹ്മാൻ, K അനസ്, PI മുജീബ്, V മുഹമ്മദുണ്ണി ഹാജി, K അബ്ദുൽ ഹമീദ്, KP അബ്ദുൽ അസീസ്, ഹുസൈൻ ഹാജി എടപ്പാൾ, അബ്ദുൽ മജീദ് മണ്ണാരപ്പറമ്പ്, PS അബ്ദുറഹ്മാൻ, സുലൈമാൻ എന്നിവർ സംസാരിച്ചു. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് കെയർ.